തൃശൂരിന്റെ മുഖച്ഛായ മാറ്റാനുള്ള വികസന മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തൻ മാർക്കറ്റിന്റെ തലയെടുപ്പ് മാറ്റുന്ന വലിയ പദ്ധതിക്കാണ് ആലോചന നടക്കുന്നത്. 200 കോടിയുടെ പ്രോജക്ട് നടപ്പിലാക്കാൻ നടപടി ആരംഭിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ നഗരത്തിന്റെ ശില്പിയായ കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്നാണ് ശക്തൻ മാർക്കറ്റ്. 18ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ശക്തൻ തമ്പുരാൻ നടപ്പിലാക്കിയ നഗരവികസനത്തിന്റെയും വ്യാപാരങ്ങളുടെയും തുടർച്ചയായി പിൻകാലത്ത് രൂപം കൊണ്ട ഈ വിപണി ഇന്ന് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട പച്ചക്കറി മത്സ്യ കേന്ദ്രമാണ്. ശക്തൻ മാർക്കറ്റിന്റെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള വലിയ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പദ്ധതികൾ ആരംഭിച്ചത്. 200 കോടി രൂപ ചെലവിൽ ഓപ്പൺ മാളാക്കി മാറ്റുന്നതിനുള്ള പ്രോജക്റ്റാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ശക്തൻ മാർക്കറ്റ് ഒരു ഓപ്പൺ ലുലു മോൾ എന്ന് പറയുന്നത് ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷന് വന്ന് കൊടുത്ത വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കിയെടുക്കാൻ 200 കോടിയുടെ പ്രോജക്റ്റ്, അത് 3 ഫേസ് ആയിട്ട് 99 ലക്ഷമാണ് ആദ്യത്തെ ഗഡുവായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. സ്വദേശ് ദർശന്റെ എൻഹാൻസ്ഡ് വേർഷനാണ് വരുന്നത്. SD3 അല്ല, 2.0യുടെ എൻഹാൻസ്ഡ് വേർഷൻ വരുന്നതിനകത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശക്തൻ മാർക്കറ്റിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതി 3 ഫേസായി നടപ്പിലാക്കാനാണ് നീക്കം. പദ്ധതിയുടെ നടത്തിപ്പിന് ആദ്യ ഗഡുവായി 99 ലക്ഷം രൂപ ലഭിക്കാനാണ് സാധ്യത. അങ്ങനെ 3 ഗഡുക്കളായി പദ്ധതി പൂർത്തിയാകുമ്പോൾ ശക്തൻ മാർക്കറ്റ് ഒന്നാകെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. സ്വദേശി ദർശനിൽ ഉൾപ്പെടുത്തിയാകും പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ മേയറും ഡെപ്യൂട്ടി മേയറും മറ്റു ഉദ്യോഗസ്ഥരും താനുമായി കൊച്ചിയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നീണ്ട ചർച്ച നടത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മറ്റു രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പദ്ധതി തൃശൂരിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരമായി മാറുമെന്നും അദ്ദേഹം പറയുന്നു. മുൻപ് പല പദ്ധതികളും ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് ഇടതു സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തുടർന്നാൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാകുമെന്നും BJPയും തുറന്നടിക്കുന്നു. ജനം, തൃശൂർ.